എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ലൂഫി അവനാണെങ്കിൽ ആ കപ്പോണിനെ നോക്കി കണ്ണുരുട്ടി നിൽക്കും. അതിനുശേഷം സ്ലോ മോഷനിൽ ടെററായിട്ട് അവൻ്റെ അടുത്തേക്ക് നടന്നടുക്കുകയാണ്. കപ്പോണിന്റെ സോൾജേഴ്സ് അവരത് കാണേണ്ട താമസം ഗണ്ണൊക്കെ എടുത്ത് ഷൂട്ട് ചെയ്യാൻ തയ്യാറാവും. ലൂഫി ആണെങ്കിൽ കപ്പോണിന്റെ തൊട്ടടുത്ത് വന്ന് പ്ലേറ്റിലുണ്ടായിരുന്ന ബദാം എടുത്ത് ക്യാഷിലായിട്ട് തിന്ന് അങ്ങനെ കാലുമേ കാലൊക്കെ കയറ്റി വെച്ചിരിക്കുകയാണ്. നാമിക്കാണെങ്കിൽ അത് കണ്ട് ചത്താ മതിയെന്നാവും. കപ്പോണാണെങ്കിൽ ഫുൾ കലിപ്പില് നമുക്ക് കൂടുതൽ സംസാരിക്കാനൊന്നുമില്ല, ഞാൻ നിങ്ങളെ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്ത് കൊല്ലാൻ പോവാണ്, നിങ്ങളുടെ ഈ പൊട്ടങ്ങളി സംസാരമൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടാവുന്നില്ല എന്ന് പറയും. അത് കേട്ട് സാഞ്ചി പറയും, നിനക്കൊരിക്കലും ഞങ്ങളെ കൊന്ന് നിന്റെ പ്ലാൻ സക്സസ് ആക്കാനായിട്ട് പറ്റില്ല. കാരണം നാളത്തെ കല്യാണച്ചക്കൻ അത് ഞാനാണ്. എൻ്റെ ഫ്രണ്ട്സിനെ അവരുടെ ദേഹത്ത് ഒരു പോറൽ പോലും ഏൽക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ ഏൽക്കണമെങ്കിൽ നിങ്ങൾ എന്നെ കൊല്ലണം. എന്നെ കൊന്ന നിങ്ങളെ ബിഗ് മോം കൊല്ലും. അങ്ങനെ രണ്ട് ടീമും 150 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ തർക്കം. ലൂഫി ആണെങ്കിൽ ഇതെല്ലാം കേട്ട് അവന്റെ മുൻപിൽ കണ്ടതും കയ്യിൽ കിട്ടിയതുമായിട്ടുള്ള എല്ലാ സാധനങ്ങളും കടിച്ചു പറിച്ച് തിന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ജിംബയാണെങ്കിൽ തീർത്തു പറയും, നമ്മളിങ്ങനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ടിട്ട് കാര്യമില്ല. രണ്ട് ടീമും ഒന്നായി ബിഗ് മോമിനെ തകർക്കാൻ താല്പര്യമുണ്ടോ എന്നാണ് ഈ ചർച്ചയുടെ അൾട്ടിമേറ്റ് എയിം. അതിന് ഒരു ആൻസർ പറയേണ്ടത് സാക്ഷാൽ ലൂഫിയാണ്. അടുത്ത നിമിഷം ലൂഫി ആണെങ്കിൽ ചാടി എഴുന്നേറ്റ് ഒരുത്തന്റെ നേരെ കൈ നീട്ടും. നീ എങ്ങനെ ഇവിടെ എത്തി? ഇവരുടെ ടീമിൽ നീയും ചേർന്നോ? അപ്പൊ ക്യാമറ അങ്ങനെ സൂം ചെയ്ത് ആളെ കാണിക്കും. അത് മറ്റാരുമല്ല, സാക്ഷാൽ സീസർ. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. സീസറിന് ബിഗ് മോം പുതിയ ഫാക്ടറിയും ലബോറട്ടറിയും അങ്ങനെ എല്ലാം തന്നെ കൊടുത്തിരിക്കുകയാണ്. പക്ഷേ സീസറിനെ കൊണ്ട് ഒരിക്കലും അവള് കൊടുത്ത ആ ഒരു എക്സ്പെരിമെന്റ് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞ് അവൻ ക്യാഷ്വലായിട്ട് ഇരിക്കുമ്പോഴായിരിക്കും ആരോ ഒരാള് ഡോറും തല്ലി തുറന്ന് അകത്തേക്ക് വരിക. അവനത് കാണേണ്ട താമസം ബിഗ് മോം ഐ എം സോറി. ഓ നോ ബിഗ് മോം ഐ എം സോറി, ഞാൻ തീർച്ചയായിട്ടും ഈ എക്സ്പെരിമെന്റ് കംപ്ലീറ്റ് ചെയ്യുന്നു പറഞ്ഞ് കണ്ണു അടച്ച് പൊട്ടിക്കരയും. അവൻ പതിയെ കണ്ണു തുറക്കും. അവന്റെ മുൻപിൽ നിൽക്കുന്നത് ബിഗ് മോം അല്ല, മറിച്ച് കപ്പോംസും അവന്റെ ടീമുമാണ്. കപ്പോംസിന്റെ കയ്യിൽ സീസറിന്റെ ഹാർട്ടുണ്ട്. നീ എനിക്ക് ഒരു ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് അവൻ ആ ഹാർട്ടിൽ പിടിച്ച് ഞെക്കുകയാണ്. അടുത്ത നിമിഷം സീസർ വേദന കൊണ്ട് പൊളഞ്ഞ് താഴേക്ക് വീഴും. കപ്പോംസിന് സീസറിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അറിയാം. സോ അവനെയും കപ്പോംസിന്റെ ടീമിൽ ചേർക്കാനാണ് ഇപ്പൊ അവനും അവന്റെ ടീമും അവിടേക്ക് വന്നിരിക്കുന്നത്. അവരാണെങ്കിൽ സീസറിനെ പിടിച്ചു വലിച്ച് അവനൊരു പ്രത്യേക മിഷൻ ഏൽപ്പിക്കുകയാണ്. എത്രയും വേഗം നീ ഇത് കംപ്ലീറ്റ് ചെയ്യണം. ആ സ്ട്രോ ഹാറ്റ് ടീം അവര് വരുന്നതിന് മുൻപ് ഇത് റെഡിയായേ പറ്റൂ. സീസറിനാണെങ്കിൽ ചത്താ മതിയെന്നാവും. ആദ്യം ഡോഫ്ലമിംഗോ, പിന്നീട് നമ്മുടെ ലൂഫിയാൻ ടീം, അതിനുശേഷം ബിഗ് മോം, ഇപ്പോ കപ്പോംസ്. അങ്ങനെ എല്ലാവരുടെയും കയ്യിലൂടെ അവനൊരു അടിമയെ പോലെ മാറി മാറി വരികയാണ്. അതിനുശേഷം ഈ ഒരു മീറ്റിംഗ് അത് പങ്കെടുക്കാനായിട്ട് അവൻ ഗെറ്റപ്പൊക്കെ ചേഞ്ച് ചെയ്ത് ഇവിടേക്ക് എത്തി. സീസർ ആണെങ്കിൽ ചാടി എഴുന്നേക്കും. ഞാൻ നിങ്ങൾ ഉദ്ദേശിച്ച സീസറൊന്നും അല്ല, എന്റെ പേര് വേറെയാണ്. ഈ കപ്പോംസിന്റെ കുഞ്ഞമ്മയുടെ ഒരു അകന്ന ബന്ധുവാണ് ഞാൻ എന്ന് പറയും. അത് കേട്ട് നമ്മുടെ ആൾക്കാർ വണ്ടർ അടിച്ച് അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ലൂഫി ആണെങ്കിൽ ചാടി വന്ന് അവന്റെ കോളറിൽ പിടിച്ചു വലിക്കും. നിന്നെ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി നീ ആ സീസറാണെന്ന്. നീ എങ്ങനെ ഇവരുടെ കൂടെ ചേർന്നു? അതിനവനാണെങ്കിൽ നടന്ന എല്ലാ കാര്യങ്ങളും പറയും. ഇവിടെ കപ്പോംസ് ടെൻഷനായിട്ട് സീസറിന്റെ ഹാർട്ടിൽ പിടിച്ചമർത്തും. അവൻ വേദന കൊണ്ട് പൊളഞ്ഞ് അവന്റെ സീറ്റിലേക്ക് തന്നെ അങ്ങനെ തെറിച്ചു വീഴും. കപ്പോംസ് ആണെങ്കിൽ ലൂഫിയോട് തീർത്ത് ചോദിക്കും, നിനക്ക് ഞങ്ങളുടെ ടീമിൽ ചേരാൻ താല്പര്യമുണ്ടോ? അത് കേൾക്കേണ്ട താമസം ലൂഫി, ടീമിൽ ചേരുന്നതിന് മുൻപ് ഒരു പഞ്ച് എനിക്ക് നിനക്ക് തരണം. പെപ്പോംസിനെ അറ്റാക്ക് ചെയ്തതിന് നീ അത് ഡിസർവ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ലൂഫി അവന്റെ കൈ അങ്ങനെ നീട്ടും. ജിംബയാണെങ്കിൽ ലൂഫിയെ തടയും. പക്ഷേ ലൂഫി ജിംബയെ തട്ടിമാറ്റി കപ്പോംസിന് നേരെ അവന്റെ പഞ്ചിങ് ഹാൻഡ് നീട്ടിക്കൊണ്ടിരാണ്. കപ്പോംസ് ജസ്റ്റ് മിസ്സിന് സീസറിന്റെ ആ ഹാർട്ട് എടുത്ത് മുന്നിൽ വെക്കും. ലൂഫിയുടെ പഞ്ച് അത് ആ ഹാർട്ടിൽ കൊണ്ട് പാവം സീസറിന്റെ ബ്രീത്തിങ് തന്നെ ഒരു സെക്കൻഡ് നിന്നുപോയി. അവൻ അങ്ങനെ തളർന്ന് താഴേക്ക് വീഴുകയാണ്. കപ്പോംസ് ആണെങ്കിൽ അടിച്ചു പറയും, ഇപ്പൊ നമ്മൾ പരസ്പരം ഫൈറ്റ് ചെയ്യാതെ ഒന്നിച്ച് നിൽക്കണം. എന്റെ കയ്യില് അതിന് പറ്റിയ ഒരു പ്ലാൻ ഉണ്ട്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇപ്പോ ബിഗ് മോമിന്റെ മാക്ഷനിലേക്ക് സാഞ്ചിയുടെ കല്യാണത്തിന് പങ്കെടുക്കാൻ ഒരുപാട് ആൾക്കാർ വലിയ വലിയ കപ്പലിലൊക്കെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇവിടെ നമ്മുടെ ആൾക്കാർ അവരാണെങ്കിൽ ആ കപ്പോംസുമായിട്ട് കൂടിച്ചേർന്ന് ബിഗ് മോമിനെ കൊല്ലാമെന്ന് ഒരു ഡീല് തന്നെ വെച്ച് കഴിഞ്ഞിരിക്കുകയാണ്. സാഞ്ചി ആണെങ്കിൽ തീർത്തു പറയും, ബിഗ് മോം നമ്മൾ കരുതും പോലെയല്ല, ഞങ്ങൾക്ക് ആക്ച്വലി അവളെ കൊല്ലാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. പക്ഷേ ഇങ്ങനെയൊരു അവസ്ഥയിൽ മറ്റൊരു ഓപ്ഷനും ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊന്ന് തെരഞ്ഞെടുക്കുന്നത്. നമുക്കൊരിക്കലും കനവൻ ഉപയോഗിച്ചോ വാൾ ഉപയോഗിച്ചോ അവളെ കൊല്ലാനായിട്ട് കഴിയില്ല. കാരണം അവളുടെ ബോഡി അത്രയധികം സ്ട്രോങ് ആണ്. ഒറ്റ ചാൻസ്
ഒരേ ഒരു ചാൻസിൽ അവളെ കൊല്ലണം. രണ്ടാമതൊരു ചാൻസ് ഒരിക്കലും നമുക്ക് ഉണ്ടാവില്ല. അങ്ങനെ സംഭവിച്ചാൽ മരിക്കാൻ പോകുന്നത് ബിഗ് മോം ആയിരിക്കില്ല, നമ്മൾ ഓരോരുത്തരും ആയിരിക്കും. ഇവിടെ ലൂഫിക്കാണെങ്കിൽ ഇവരുടെ ഈ ബിൽഡപ്പ് ഒക്കെ കേട്ടിട്ട് ഒന്നും മനസ്സിലാവില്ല. നിങ്ങളെന്തിനാ അവരെ ഇത്രയും പേടിക്കണേ? അവർക്ക് അത്രയും പവറൊക്കെ ഉണ്ടോ? ലൂഫി ആണെങ്കിൽ ആക്ച്വലി ആ ബിഗ് മോമിനെ കണ്ടിട്ടില്ല. അതിന് നാമി പറയും, ആ ബിഗ് മോം അവള് നമ്മൾ കരുതും പോലെയല്ല. ഉറക്കത്തിൽ തന്നെ ഞങ്ങൾ ബ്രൂക്കിനെ രക്ഷപ്പെടുത്താൻ നോക്കി തലനാരഴക്കാണ് അവളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ബ്രൂക്കുമായി ഞങ്ങൾ ആ മിറർ വേൾഡിലേക്ക് പോയത്. അതിന് കപ്പോംസ് ആണെങ്കിൽ ഇപ്പോൾ ഒരു ഐഡിയ പറയും. സത്യത്തില് നമുക്ക് അവളെ കൊല്ലാനുള്ളത് വെറും 5 സെക്കൻഡ്സ് മാത്രമാണ്. ഓൾറെഡി ബിഗ് മോമിന്റെ കൂടെ എപ്പോഴും അവളുടെ സോൾജിയേഴ്സ് ഉണ്ടാവും. ഈ ഒരു കല്യാണ സമയത്ത് ഒരുപാട് സോൾജിയേഴ്സും ബിഗ് മോംസിന്റെ മക്കളും എല്ലാവരും അവളുടെ തൊട്ടടുത്തുണ്ടാവും. സോ ഇത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. ഇങ്ങനെയുള്ള സമയത്ത് ഓരോ മൂമെന്റും പെർഫെക്റ്റ് ആയിരിക്കണം. നമ്മുടെ ഈ പ്ലാനിൽ ആദ്യം കളത്തിലിറങ്ങാൻ പോകുന്നത് മറ്റാരുമല്ല, സാക്ഷാൽ സീസർ. സീസർ അത് കേൾക്കേണ്ട താമസം അവന്റെ നെഞ്ചിലാണെങ്കിൽ ഇപ്പോൾ ഒരു മൈനർ അറ്റാക്ക് വന്ന് പോവാണ്. സീസറിനാണെങ്കിൽ വേറെ വഴിയില്ലാതെ അവനാണെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാണ്. പക്ഷെ അവനൊരു കണ്ടീഷൻ വെക്കും. മോമിനെ കൊന്നു കഴിഞ്ഞാൽ എൻ്റെ ഹാർട്ട് അതെനിക്ക് തിരികെ തരണം. എനിക്ക് എത്രയും വേഗം എൻ്റെ കാര്യത്തിന് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. അതിന് കപ്പോപ്സ് ആണെങ്കിൽ ഓക്കെ പറഞ്ഞ് അവന് കൊടുത്ത ആ മിഷൻ അതെന്താണെന്ന് ചോദിക്കും. അതിനവൻ പറയും സക്സസ് ആയി, ഞാനത് സക്സസ് ആയി കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് 3 റോക്കറ്റ് ലോഞ്ചേഴ്സ് അവൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാണ്. അവൻ ആ റോക്കറ്റ് ലോഞ്ചർ അത് കാണിച്ചിട്ട് പറയും, ഇതില് ഡെഡ്ലി പോയിസൺ ആണ് ഞാൻ നിറച്ചു വെച്ചിരിക്കുന്നത്. ആരുടെയെങ്കിലും ബോഡിയിലേക്ക് ഇത് സ്ട്രെയിറ്റ് ആയിട്ട് കടത്തിവിട്ട അടുത്ത നിമിഷം അവന്റെ കാറ്റ് പോവും. മാത്രമല്ല ഇതിന്റെ പോയിസൺ അത് സ്പ്രെഡ് ആവുന്ന സ്ഥലത്തുള്ളവര്, അത് സ്പ്രെഡ് ആവുന്ന ഭാഗത്തുള്ളവര് അവർ ആ പോയിസണിൽ പെട്ട് കത്തിയെരിയും. അതിനെ കപ്പോംസ് പറയും, വളരെ എളുപ്പത്തിലൊന്നും നമുക്ക് അവളെ കൊല്ലാനായിട്ട് കഴിയില്ല. അതിന് കുറച്ച് സാഹചര്യങ്ങൾ ഒത്തുവരണം. അവളുടെ ബോഡിക്ക് ചുറ്റും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഓറയുണ്ട്. അതാദ്യം നമ്മൾ തകർക്കണം. അതിന് ബിഗ് മോമിനെ നമ്മൾ വീക്കാക്കി ഈ ലോഞ്ചർ വെച്ച് അറ്റാക്ക് ചെയ്യണം. അവനത് പറയേണ്ട താമസം ആളുടെ കുഞ്ഞാണെങ്കിൽ കരയാനായിട്ട് തുടങ്ങാണ്. അവൻ ആ ലോഞ്ചർ താഴേക്കിട്ട് ഇപ്പൊ കുഞ്ഞിനെ കളിപ്പിക്കാൻ തുടങ്ങും. സീസർ ആണെങ്കിൽ അത് കണ്ട് ഞെട്ടി താഴേക്ക് ചാടി ആ ലോഞ്ചർ താഴെ വീഴാതെ ക്യാച്ച് ചെയ്യാണ്. കപ്പോംസ് ആണെങ്കിൽ ഇപ്പൊ വീണ്ടും കണ്ടിന്യൂ ചെയ്യും. എന്റെ ഇത്രയും കാലത്തെ അവളുടെ കൂടെയുള്ള ലൈഫിൽ ഞാൻ ഇതുവരെ അവളുടെ ബോഡിയിൽ ഒരു സ്ക്രാച്ച് പോലും പറ്റുന്നത് കണ്ടിട്ടില്ല. ഒരുപാട് ബുള്ളറ്റ്സ്, ലോഞ്ചേഴ്സ് ഒക്കെ ഉപയോഗിച്ച് വില്ലന്മാർ അവളെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അവൾ കപ്പലിലേക്ക് എടുത്തു ചാടിയപ്പോൾ കപ്പൽ തകർന്നല്ലാതെ അവൾക്കൊരു സ്ക്രാച്ച് പോലും വീണിട്ടില്ല. പക്ഷെ ഒരേ ഒരു തവണ അവളുടെ ബോഡിയിൽ പരുക്ക് പറ്റിയത് ഞാൻ കണ്ടിട്ടുണ്ട്. ആക്ച്വലി ഇങ്ങനെയുള്ള ടീ പാർട്ടി സമയത്ത് അവളുടെ അമ്മയുടെ ഫോട്ടോ അത് അവളുടെ ഓപ്പോസിറ്റ് വെച്ചതിന് ശേഷമായിരിക്കും ടീ പാർട്ടി സ്റ്റാർട്ട് ചെയ്യുക. വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലൊരു ടീ പാർട്ടി സമയത്ത് അവളുടെ അമ്മയുടെ ഫോട്ടോ അത് അവിടെ ഉണ്ടായിരുന്ന ഒരാളുടെ കൈതട്ടി അത് താഴെ വീട് പൊട്ടി. അത് കണ്ട ബിഗ് മോം അവളുടെ അമ്മയുടെ പേര് വിളിച്ച് നിലവിളിച്ചു. ആ ഒരു നിലവിളിയിൽ അവളുടെ ഹോക്കി പവർ പുറത്തു വന്ന് ചുറ്റും ഉണ്ടായിരുന്നവരുടെ എല്ലാവരുടെയും ചെവി അടിച്ചുപോയി. മാത്രമല്ല അവളുടെ കാലിലും ആ കറക്റ്റ് സമയത്ത് ഒരു പരുക്ക് പറ്റി. അന്നാണ് അവളുടെ വീക്ക് പോയിന്റ് അവളുടെ അമ്മയാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. സോ ഇന്നാണ് ടീ പാർട്ടി നടക്കാൻ പോകുന്നത്. നമ്മൾ അവളുടെ അമ്മയുടെ ഫോട്ടോ തകർത്ത് അവളെ കറക്റ്റായിട്ട് അവൾ നിലവിളിച്ച് കരഞ്ഞ് അവൾ വീക്കാവുന്ന സമയം ഈ റോക്കറ്റ് ലോഞ്ചർ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്ത് തകർക്കണം. അവളുടെ ശബ്ദവും ഹോക്കി പവറും അത് രണ്ടും നമ്മുടെ ബോഡിയിൽ ഏൽക്കാതിരിക്കാൻ ഈ ഒരു ഇയർ പ്ലഗ് അത് നിങ്ങൾ എല്ലാവരും ധരിക്കണമെന്ന് പറയും. കപ്പോൺ ആണെങ്കിൽ ഇപ്പൊ ലൂഫിക്ക് നേരെ വിരൽ ചൂണ്ടും. ആ ഒരു ഫോട്ടോ അത് തകർക്കേണ്ടത് മറ്റാരുമല്ല, നീയാണ്. അത് കേട്ട് എല്ലാവരും ഞെട്ടും. പക്ഷെ ലൂഫി ആണെങ്കിൽ ചിരിച്ചൊന്നും ചിന്തിക്കാതെ ഓക്കെ പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.